ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദി ബക്മൽ വ്ളോഗർ. അപ്പോൾ ഞാനിന്നൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള എന്ത് വീഡിയോ എന്ന് പറയുന്നത് ഇന്നും നാളെയായിട്ട് OTT റിലീസിന് എത്തുന്ന കുറച്ച് ജെനുവിൻ ആയിട്ടുള്ള ഒറിജിനൽ OTT റിലീസ് അപ്ഡേറ്റുകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലുള്ള OTT റിലീസ് വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഒരു ജാതി ജാതകം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിനീത് ശ്രീനിവാസൻ, അതുപോലെ തന്നെ അമൽ താഹ, ബാബു ആന്റണി, നിഖില വിമൽ, അങ്ങനെ വൻ താരനിരയോടുകൂടിയിട്ടുള്ള ഒരു കോമഡി ഡ്രാമ ബോധത്തിലെടുത്ത ചിത്രമായിരുന്നു ഒരു ജാതി ജാതകം എന്ന് പറയുന്നത്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമും മനോരമ മാക്സും അതുപോലെ തന്നെ സിംപ്ലി സൗത്തും സൈനപ്ലൈ ആണ്. ചിത്രം ഇപ്പോൾ ഓവർസീസിൽ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ചിത്രം ഇപ്പോൾ ടെലിഗ്രാം വഴി പാറിപ്പറന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ള ചിത്രം ടെലിഗ്രാമിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്നൊരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ കുഞ്ചാക്കോ ബോബൻ, ജഗദീഷ്, പ്രിയാമണി, വിശാഖ് നായർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച് നവാഗതനായിട്ടുള്ള ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്നൊരു ചിത്രമായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 20 പാൻ ഇന്ത്യ ഭാഷ, മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡ്രാഗൺ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പ്രദീപ് രംഗനാഥൻ, കയാദു ലാഹോർ, അതുപോലെ തന്നെ അനുപമ പരമേശ്വരൻ, മിഷ്കിൻ, ഗൗതം വാസുദേവൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി റൊമാൻറ്റിക് ഡ്രാമ ബോധത്തിലെടുത്താകുന്ന ചിത്രമായിരുന്നു ഡ്രാഗൺ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ ലീക്ക്ഡിൻ്റെ ഒരു 2 ആഴ്ച മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യലി ചിത്രം ഈ വരുന്ന മാർച്ച് 21 നെറ്റ്ഫ്ലിക്സിലൂടെ പാൻ ഇന്ത്യ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. നിലാവുക്ക് എന്മേലെ എന്നടി കോപം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പവീഷ് കൃഷ്ണ, അതുപോലെ തന്നെ അനഘ സുരേന്ദ്രൻ, മാത്യു തോമസ്, അതുപോലെ തന്നെ R ശരത് കുമാർ, പ്രിയ പ്രകാശ് വാര്യർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ധനുഷ് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ ബോധത്തിലെടുത്താകുന്ന ചിത്രമാണ് നിലാവുക്ക് എന്മേലെ എന്നടി കോപം എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന മാർച്ച് 21 സിംപ്ലി സൗത്തിലൂടെയും അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലൂടെയും സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. പാൻ ഇന്ത്യ ഭാഷയിലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബേബി ആൻഡ് ബേബി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ജയ്, സത്യരാജ്, അതുപോലെ തന്നെ യോഗി ബാബു, സിമ്രാൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ ബോധത്തിലെടുത്താകുന്ന ചിത്രമായിരുന്നു ബേബി ആൻഡ് ബേബി എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ് ഇപ്പോൾ സ്വന്തമാക്കിയ സൺനെസ്റ്റ് ആണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 21 സൺനെസ്റ്റിലൂടെ ചിത്രം തമിഴ് ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തായിട്ട് നോക്കാവുന്ന കുറച്ച് സർപ്രൈസ് OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചിട്ടാണ്. ജയിലർ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് മൂവിയെ കുറിച്ചൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ധ്യാൻ ശ്രീനിവാസൻ, അതുപോലെ തന്നെ മനോജ് ജയജയൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഡ്രാമ ബോധത്തിലെടുത്താകുന്ന ഒരു ചിത്രമായിരുന്നു ജയിലർ എന്ന് പറയുന്നത്. 2023 റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു അനക്കം സൃഷ്ടിക്കാതെ പോയിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ ഹിന്ദി പതിപ്പ് ഓൾറെഡി യൂട്യൂബിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ചിത്രത്തിൻ്റെ റൈറ്റ്സ് മേടിച്ചിട്ടുള്ള ആമസോൺ പ്രൈമോ അതുപോലെ തന്നെ മനോരമ മാക്സ് ആണ്. എനിക്ക് തോന്നുന്നു ചിത്രം ഈ ഒരു ആഴ്ചയിൽ സർപ്രൈസ് റിലീസായിട്ട് ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡൊമിനിക്കൻ ലേഡീസ് സ്പട്സ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മമ്മൂക്ക, അതുപോലെ തന്നെ ഗോകുൽ സുരേഷ്, സിദ്ദിഖ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു ഡൊമിനിക്കൻ ലേഡീസ് സ്പട്സ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള ആമസോൺ പ്രൈമാണ്. ചിത്രം തിയേറ്ററിൽ വലിയ വിജയം അനക്കം സൃഷ്ടിക്കാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. ചിത്രം എനിക്ക് തോന്നുന്നു ഈ ഒരു ആഴ്ചയിൽ സർപ്രൈസ് റിലീസായിട്ട് എത്താൻ സാധ്യതയുണ്ടെന്നുള്ളൊരു റിപ്പോർട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മുഫാസ ദ ലയൺ കിങ് എന്ന് പറയുന്നൊരു ഇംഗ്ലീഷ് ഹോളിവുഡ് മൂവിയെ കുറിച്ചൊരു അപ്ഡേറ്റ് ആണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 26 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യ ഭാഷയിലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബിഗ് ബെൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അനു മോഹൻ, അതുപോലെ വിനയ് ഫോർട്ട്, അതിഥി രവി, അതുപോലെ തന്നെ മിയ ജോർജ്, വിജയ് ബാബു എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മിസ്റ്ററി ഡ്രാമ ത്രില്ലർ കാറ്റഗറിയിൽ കൊടുത്താകുന്ന ചിത്രമാണ് ബിഗ് ബെൻ എന്ന് പറയുന്നത്. 2023 തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഭേദപ്പെട്ട ഒരു അനക്കം സൃഷ്ടിക്കാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് സൺനെസ്റ്റ് ആണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 28 റംദാൻ പ്രീമിയർ ആയിട്ട് നമ്മുടെ സൺനെസ്റ്റിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. മലയാള ഭാഷയിലാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ അജു വർഗീസ്, സൈജു കുറുപ്പ്, അതുപോലെ തന്നെ ജോണി ആൻ്റണി, ആനന്ദ് മന്മഥൻ, ശ്രുതി സുരേഷ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ ഭാഗത്തിലെടുത്ത ചിത്രമായിരുന്നു സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈം ആണെങ്കിലും ഇതിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് ആണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. ഫ്ലവേഴ്സ് ചാനൽ
ചാനലാണ് ഇതിൻ്റെ സാറ്റലൈറ്റ്സ് മേടിച്ചിരിക്കുന്നത്. ചിത്രം വിഷു പ്രീമിയർ ആയിട്ട് റിലീസിന് എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവി അപ്ഡേറ്റ് ആണ്. പൈങ്കിളി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സജിൻ ഗോപു, അതുപോലെ തന്നെ അനശ്വര രാജൻ, ചന്തു സലീം, അബു സലീം എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ ബന്ധപ്പെടുത്ത ചിത്രമായിരുന്നു പൈങ്കിളി എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഭേദപ്പെട്ട കളക്ഷനൊക്കെ നേടിയെടുത്തുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് മനോരമാക്സും അതുപോലെ ആമസോൺ പ്രൈമാണ്. ചിലപ്പോൾ സർപ്രൈസ് റിലീസായിട്ട് ഈ ചിത്രം ഈ വരുന്ന മാർച്ച് 21 ആമസോൺ പ്രൈമിലൂടെയും സ്ട്രീമിംഗ് ആരംഭിക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഒമർ ലുലു സംവിധാനം ചെയ്ത് റഹ്മാൻ, ബാബു ആന്റണി, ധ്യാൻ ശ്രീനിവാസൻ, ഹരിശ്രീ അശോകൻ, സൈജു കുറുപ്പ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമത്തിലെടുത്ത ചിത്രമായിരുന്നു ബാഡ് ബോയ്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ഓണത്തിന് തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയത്ര അനക്കം സൃഷ്ടിക്കാത്തതായിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈം അതുപോലെ മനോരമാക്സ് ആണ്. മനോരമാക്സിൻ്റെ ഭാഗത്ത് നിന്ന് കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ചിത്രം എന്ന് റിലീസ് ചെയ്യുന്നതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മഹാറാണി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഷൈൻ ടോം ചാക്കോ, അതുപോലെ തന്നെ റോഷൻ മാത്യു, ഹരിശ്രീ അശോകൻ, ജോണി ആന്റണി, നിഷ സാരക് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമത്തിലെടുത്താണ് ചിത്രമായിരുന്നു മഹാറാണി എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഇപ്പോൾ ഫ്ലവേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. OTT റൈറ്റ്സ് നേരത്തെ തന്നെ HROTL പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് അപ്ഡേറ്റ് ഇല്ല. അപ്പോൾ ഫ്ലവേഴ്സിലൂടെ ചിത്രം വിഷു പ്രീമിയറായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ ടെലികാസ്റ്റ് പ്രീമിയറിന് വേണ്ടി.